ധാരാളം ഐതിഹ്യ കഥകളും അത്ഭുത കഥകളും കേട്ടു വളർന്നവരാണ് നമ്മൾ, അല്ലേ? ഓരോ കഥയും അറിവിലേക്കുള്ള പാതയാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ പെരുന്തച്ഛനും പാക്കനാരും നാരായണത്ത് ഭ്രാന്തനും എത്രയെത്ര അറിവുകളാണ് നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ളത്. പാക്കനാരും നാരായണത്ത് ഭ്രാന്തനും കണ്ടുമുട്ടിയപ്പോഴുള്ള രസകരമായ ഒരു കഥയാണ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. പാക്കനാരും നാരായണത്ത് ഭ്രാന്തനും ആദ്യമായി കണ്ടപ്പോൾ അവർ ഇരുവരും പരസ്പരം അഭിമുഖമായി നിന്ന് സൂക്ഷിച്ചു നോക്കി. ആദ്യമായി കാണുകയാണെങ്കിലും എന്തോ വിസ്മൃതിയിലാണ്ടുകിടന്ന പരിചയഭാവം അവരെ തമ്മിൽ അടുപ്പിച്ചു. എന്താ പേര്? നാരായണത്ത് ചോദിച്ചു. പേര് പാക്കനാർ. ഞാൻ നാരായണത്ത് ഭ്രാന്തൻ. ജനങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിക്കും. ഒരു ഭ്രാന്തനോടെന്ന പോലെ അവർ എന്നോട് പെരുമാറുകയും ചെയ്യും. മുമ്പ് എവിടെയൊക്കെയോ വെച്ച് കണ്ടതായി ഓർക്കുന്നു. പാക്കനാരുടെ വാക്കുകേട്ട നാരായണത്ത് കൂസലില്ലാതെ പറഞ്ഞു. ഞാനൊരു ഭ്രാന്തനല്ലേ, വെല്ലയിടത്തും വെച്ച് കണ്ടു കാണും. അങ്ങ് ഒരു ഭ്രാന്തനാണെന്ന തോന്നൽ എനിക്ക് ലവലേശമില്ല എന്നു പറഞ്ഞ് പാക്കനാർ നാരായണത്തിനൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നാരായണത്ത് കാണുകയും ഒരു കമ്പെടുത്ത് അതിനെ രണ്ടായി ഒടിച്ച് ആദ്യം അദ്ദേഹം ഇരു കൈകളിലും ഓരോന്നു വീതം പിടിച്ചു. പിന്നീട് അവ രണ്ടും ഒറ്റ കൈയിലാക്കി തന്റെ ചുണ്ടോടടുപ്പിച്ചപ്പോൾ കമ്പുകൾ ഒന്നായി ചേർന്നു. പാക്കനാർ ചോദിച്ചു, ഞാൻ ഈ കാണിച്ചതിന്റെ അർത്ഥം എന്താണ്? നാരായണത്തെ പറയൂ. സ്വതസിദ്ധമായ ചിരി പൊഴിച്ചുകൊണ്ട് നാരായണത്ത് പറഞ്ഞു, താങ്കൾ കയ്യിലെടുത്ത കമ്പ് ജീവിതമാണ്. ആ കമ്പിന്റെ ഭാഗമായ രണ്ടു കഷ്ണങ്ങൾ സുഖവും ദുഃഖവുമാണ്. ജീവിതത്തിന്റെ ഭാഗമായ സുഖദുഃഖങ്ങൾ മനസ്സുകൊണ്ട് ഒന്നുപോലെ കാണണമെന്നല്ലേ താങ്കൾ ഈ കാണിച്ചതിന്റെ അർത്ഥം? തന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ കേവലം ഒരു ഭ്രാന്തനല്ല, മറിച്ച് ഒരു ദിവ്യനാണെന്ന വസ്തുത അത്ഭുതത്തോടെ ചിന്തിച്ചു നിൽക്കുന്ന പാക്കനാരോട് നാരായണത്ത് പറഞ്ഞു. പാക്കനാരെ, ഞാനും ഒന്ന് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു ചെടിക്കമ്പ് കയ്യിലെടുത്ത് നാരായണത്ത് അതിനെ 3 കഷണങ്ങളാക്കി. അവ മൂന്നിനെയും ഉയർത്തിപ്പിടിച്ചു. പിന്നീട് അവ തറയിലേക്കിട്ട് അതിന്മേലൊന്ന് കാർക്കിച്ചു തുപ്പി. അത്ഭുതം! ആ 3 കഷ്ണങ്ങളും ഒന്നായി ചേർന്ന് പൂർവസ്ഥിതി പ്രാപിച്ചു. ആ കമ്പ് തറയിൽ നിന്നുമെടുത്ത് താൻ ചെയ്തതിൻ്റെ പൊരുൾ എന്തെന്ന് പറയാൻ പാക്കനാരോട് നാരായണത്ത് ആവശ്യപ്പെട്ടു. പാക്കനാർ ഒരു ചെറു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. സുഖവും ദുഃഖവും മാത്രമല്ല, അറിവ് കൂടി ജീവിതത്തിൽ പ്രധാനമാണ്. താങ്കൾ പുറത്തേക്ക് തുപ്പിയത് അജ്ഞാനമാണ്. ജീവിതത്തിൽ ഇവയെ ഒന്നിപ്പിക്കുന്നത് ജ്ഞാനമാണെന്നും ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവൂ എന്നുമല്ലേ താങ്കൾ ഈ കാണിച്ചതിൻ്റെ അർത്ഥം? പാക്കനാരും ആള് മോശമല്ല എന്ന് നാരായണത്തിന് മനസ്സിലായി. ജന്മബന്ധം എന്തെന്നറിയാതെ തന്നെ അവർ ആ നിമിഷം മുതൽ സഹോദരന്മാരായി തീർന്നു. യാത്ര പറയുന്നതിനു മുൻപായി പാക്കനാർ നാരായണത്തിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുമുണ്ടായി. ഇങ്ങനെ ഒരുപാട് അറിവ് തരുന്ന ധാരാളം കഥകൾ നമ്മൾക്ക് പരിചയമുണ്ട്, അല്ലേ? ഇതുപോലെ ധാരാളം അറിവ് തരുന്ന കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കഥയും നിങ്ങൾ വായിച്ചിരിക്കാം. ഇതൊരു ഓർമ്മപ്പെടുത്തലായി കരുതണം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവതരിപ്പിച്ചത് ജിത. നന്ദി.